നമസ്കാരം. ഇന്ന് ഹൈടെക് ലാബിലാണ്. കൊച്ചിയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയ ലാബാണ് ഹൈടെക് ലാബ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ബയോമെക് 40L നമുക്ക് 15 കിലോ വേസ്റ്റും 25 ലിറ്റർ വെള്ളമാണ് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇവരുടെ ലാബും അതുപോലെ തന്നെ ഹോസ്റ്റലും ഒരേ ബിൽഡിങ്ങിലാണ്. ഹോസ്റ്റലിൽ ഒരുപാട് പേര് താമസമുണ്ട്. അവരുടെ വേസ്റ്റ് സംസ്കരിക്കാനാണ് അവർ ഈ പ്ലാന്റ് വയ്ക്കുന്നത്. കോമ്പാക്ട് സ്പേസ് ആണ്. എന്നിരുന്നാലും നമുക്ക് ബയോമെക് 40L അവിടെ കറക്റ്റായിട്ട് ഒതുങ്ങുന്ന രീതിയിലാണ്. ഇവർ ഇതിന് ശേഷം വൈറ്റ് പെയിൻറ്റിലേക്ക് മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത് അവരുടെ ബിൽഡിങ്ങിനോട് ചേർന്ന് നിൽക്കാനായിട്ട്. ഓണർ സുരേഷ് സാറ് വളരെ പെക്യുലറാണ് പല കാര്യങ്ങളിലും. ആൾക്ക് ഞാൻ ഒരുപാട് താങ്ക്സ് പറയുകയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പോകാം വീഡിയോയിലേക്ക്. ഇത് ബയോമെക് 40L. ഈ മോൾഡഡ് ടൈപ്പ് മോഡൽസ് ആണ് എല്ലാതും നമ്മൾ കൊടുക്കുന്നത്. സീൽഡ് മോഡൽസ് നമ്മൾ ചെയ്യുന്നില്ല. സീൽഡ് മോഡൽസിന് മെയിൻ്റെനൻസ് കൂടുതലായതുകൊണ്ട് നമ്മൾ 2015 സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഈ ബയോമെക് 40L 3rd മോഡലാണ്, കൊമേഴ്ഷ്യലാണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഗ്രൂസ് കൊടുത്തിരിക്കുന്നത് ചെറിയ രീതിയിൽ ഡാമേജ് വന്നാലും ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഗ്രൂസ് കൊടുത്തിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ്ലി പോർട്ടബിൾ ആണ്. നമുക്കിത് ക്ലീൻ ചെയ്ത് വേറെ സ്ഥലത്തേക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഇതിൽ നമുക്ക് 15 കിലോ സോളിഡ് വേസ്റ്റും 25 ലിറ്റർ ലിക്വിഡ് വേസ്റ്റുമാണ് നമുക്ക് ഒരു ദിവസം ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഏകദേശം 4 മണിക്കൂർ കത്തിക്കാനുള്ള കുക്കിംഗ് ഗ്യാസാണ് കിട്ടുന്നത്. സ്റ്റൗ ഫുള്ളി അസംബിൾഡ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് നമ്മളത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ഓൺ റിക്വസ്റ്റൊക്കെ നമ്മളത് ചെയ്യാറുണ്ട്. കുറച്ച് ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്, അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ചില കസ്റ്റമേഴ്സ് അങ്ങനെ പറയുമ്പോൾ നമ്മളത് ചെയ്ത് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ സാധാ സ്റ്റൗ ആണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആ ഒരു രീതിയിൽ സ്റ്റൗ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നത്. ഇതിൽ മെയിൻ്റനൻസ് 0 ആണ്. ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേസ്റ്റ് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. വാൽവും സ്റ്റൗവും മാത്രമാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പ്ലാന്റിൽ നമ്മൾ ഇടുന്ന വേസ്റ്റ് കറക്റ്റായിട്ട് നമ്മൾ പറയുന്ന ഡയറക്ഷനിൽ ഫോളോ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ യാതൊരുവിധ കംപ്ലയിൻസും വരുന്നില്ല. അതേപോലെ തന്നെ എപ്പോഴും നമ്മൾ ക്രഷ് ചെയ്തതിന് ശേഷം വേസ്റ്റ് സംസ്കരിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ തന്നെ വേസ്റ്റ് ഇടുമ്പോൾ സ്റ്റക്കാവാനും അതുപോലെ തന്നെ ബ്ലോക്ക് ആവാനൊക്കെ സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കത് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും ഫസ്റ്റ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യേണ്ടതാണ്. ക്ലീൻ ചെയ്ത് നിറയ്ക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ഹാർഡ് ജോബാണ്. വേസ്റ്റ് റിമൂവ് ചെയ്തിട്ട് വേണം ഫ്രഷായിട്ട് ചാണകം നിറയ്ക്കാനായിട്ട്. അതുകൊണ്ട് പരമാവധി അതിലേക്ക് പോകാതെ ശ്രദ്ധിക്കുക. നമ്മൾ പറയുന്ന ഡയറക്ഷനിൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇതിൽ സൈഡിൽ നമ്മൾ വെള്ളമാണ് കെട്ടി നിർത്തുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഉണ്ടാവും, ഇതിൽ കൊതുക് വളരുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും അതിൻ്റെ ചാൻസ് ഉണ്ട്. അതിന് നമുക്ക് 3-4 സൊല്യൂഷൻസ് ഉണ്ട്. ഡെറ്റോളോ ഹാർപ്പിക്കോ അങ്ങനത്തെ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇടയ്ക്ക് ടോപ്പപ്പ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് നമുക്കൊരു നെറ്റിന് മുകളിൽ കവർ ചെയ്യാവുന്ന രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ കൊതുകിൻ്റെ ശല്യം വരുന്നില്ല. ഈ സീൽഡും ഇതും തമ്മിലുള്ള ആകെ കൂടിയൊരു ഡീമെറിറ്റ് ആയിട്ട് പറയുന്നത് ഇതാണ്. പക്ഷേ സീൽഡിൽ നമുക്ക് ഒരുപാട് ഡീമെറിറ്റ്സ് ഉണ്ട്. മെയിൻറ്റെയിൻ ചെയ്യണം. ടാങ്ക് പൊളിച്ചാലേ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതിൽ സ്കം ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൺവെട്ടി വെച്ചിട്ട് കൊത്തിക്കഴിഞ്ഞാൽ പോലും കിട്ടാത്ത അത്രയും ഹാർഡ് വേസ്റ്റ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഡ്രെയിനേജ് വാൾവ് സിസ്റ്റം ഒന്നും നമുക്ക് ഇതിനകത്ത് നടക്കില്ല. സീൽഡ് മോഡൽസിൽ നമുക്ക് ടാങ്ക് പൊളിച്ചതിന് ശേഷമേ വേസ്റ്റ് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ അതിൽ നമ്മൾ പുറത്തോട്ട് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ പ്ലാന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ സ്ലറി വാൾവും അതുപോലെ തന്നെ ഗ്യാസ് വാൾവും തുറന്നിട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ്. അത് നമ്മൾ വന്നു കഴിയുമ്പോഴേക്കും അതിൽ നല്ല ചാണകമെല്ലാം പോയി കഴിഞ്ഞ് വീണ്ടും നമ്മൾ ആദ്യം മുതൽ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്കും ഇത് വീഡിയോ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ബയോഗ്യാസ് ഇൻസിനറേറ്റർ സംബന്ധപ്പെട്ട എന്ത് കാര്യത്തിനും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓൾ കേരള ഫ്രീ ഡെലിവറിയാണ്. കമ്മീഷനിങ് അതുപോലെ തന്നെ ഫിക്സ്ഡ് പ്ലാൻസും നമ്മൾ ഓൾ കേരള എന്നുള്ള രീതിയിൽ എല്ലായിടത്തും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഫാമുകൾ, ഓഡിറ്റോറിയം, ഫ്ലാറ്റുകൾ എല്ലായിടത്തും നമുക്ക് പ്ലാന്റ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഭക്ഷ്യമാലിന്യങ്ങൾ എവിടെയുണ്ടോ അവിടെയൊക്കെ നമുക്ക് ബയോഗ്യാസ് പ്ലാന്റിന്റെ ഉപയോഗം ആവശ്യമാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.